ഹലോ ഗൈസ്, ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു തെങ്ങിൻ തോപ്പിലാണ്. കണ്ടില്ലേ? അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് നടക്കാൻ വന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഇതുപോലുള്ള തെങ്ങിൻ തോപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അവിടെ ഒന്ന് വെറുതെ ചുറ്റി നടക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ കാണാത്ത പലതരം കാര്യങ്ങൾ ഉണ്ടാവില്ല അവിടെ, അതൊക്കെ ഒന്ന് നിരീക്ഷിച്ച് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ. നല്ല കാറ്റോടും തണുപ്പോടും ഒക്കെ ആയിട്ട് നല്ല രസമാണല്ലോ ഇവിടെ. എന്തെന്ന് വെച്ചാൽ ചൂടായാലും അത്യാവശ്യത്തിന് തണുപ്പൊക്കെ ഉണ്ടാവും ഇവിടെ. കാരണം ഒരുപാട് മരങ്ങളല്ലേ ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള റബ്ബറിൻ തോപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ കോഴികളും പക്ഷികളും പിന്നെ പന്നി, പട്ടി, പൂച്ച, കോഴികൾ അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ കാണാത്ത പലതരം പൂമ്പാറ്റകളും പക്ഷികളും ഒക്കെ ഇവിടെ കാണാറുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇവിടെ. ഇത് കണ്ടില്ലേ, റബ്ബറിൻ്റെ ഈ സാധനം പേരെനിക്കറിയില്ല, പക്ഷെ നല്ല രസമാണ്. ഇതുകൊണ്ടൊക്കെ കളിക്കാനൊക്കെ നല്ല രസമാണല്ലേ. പിന്നെ ഇതൊരു സാധനം കാണിച്ചു തരാം. ഇത് റബ്ബർ കണ്ടില്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതിലും രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് കാര്യം പറഞ്ഞുതരാം. ഈ കോഴിക്കോട് കണ്ടില്ലേ, ഈ കോഴിക്കോട് സന്ധ്യാസമയമായാൽ അവരിവിടെ ഒന്നും കോഴിക്കോടിനടുത്ത് വരും. അല്ലെങ്കിൽ ഒരു ഉച്ച സമയം 3 മണി ആ സമയമൊക്കെ ആണെങ്കിൽ അവർ ആ ഭാഗത്തുള്ള ആ വേലിക്കപ്പുറത്തുള്ള തോട്ടം കണ്ടില്ലേ, അവിടെ ആക്കും അവരുടെ സ്ഥിരം പോക്ക്. അവരവിടെ എപ്പോഴും പോവും. ചിലപ്പോൾ ഈ ഭാഗത്തുണ്ടാവും, കൂടുതൽ ആ സൈഡിലായിരിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് എൻ്റെ വീടിപ്പോൾ അവിടെയാണ്. അവിടുന്ന് ഞാനിപ്പോൾ ഈ മേലെ ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ടോപ്പിലെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ചമ്മലിൻ്റെ അടിയിലൊക്കെ പാമ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരുപാട് കുഴികളൊക്കെ ഉണ്ട്. ആ കുഴികളുടെ ഇടയിലൊക്കെ പാമ്പുണ്ടാവും. ഇതുപോലുള്ള കുഴികളിലായിരിക്കും പാമ്പ് അധികം ഉണ്ടാവാറ്. ഞങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, മേലെ നമുക്ക് കാണാൻ പറ്റുന്നതാണിത്. കണ്ടില്ലേ? ഇപ്പോൾ നല്ല രസമാണ് ഇവിടെ. ഓരോ സൈഡിലും മുന്നിൽ നോക്കിയാലും ബാക്കിൽ നോക്കിയാലും 2 സൈഡിൽ നോക്കിയാലും ഒക്കെ വീടുകളാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റുന്ന, നല്ല രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ആകെ കുറച്ച് മരമുള്ളത്, ഇനിയും കുറേ മരമുള്ളത് ഈ ഒരു തോപ്പാണ്. എൻ്റെ വീടിൻ്റെ അടുത്തല്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എൻ്റെ വീടിൻ്റെ അടുത്ത്, കാരണം എൻ്റെ വീടിൻ്റെ മുമ്പിലൊക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ റബ്ബറിൻ്റെ മരം. അതൊക്കെ വെട്ടി മുറിച്ചിട്ട് അവിടെ വേറെ എന്തൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് താഴത്തെ കാണിച്ചു തരാം. താഴത്തേങ്കാട്ടിലും രസം മേലെയാണെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ പറയണം. മേലെയാവുമ്പോഴാണ് സൂര്യന് കണ്ടില്ലേ, ഇത് സന്ധ്യ ആയാൽ അസ്തമിക്കും. അത് കാണാനൊക്കെ നല്ല രസമാണ്. പിന്നെ താഴെ പിന്നെ ഷെഡുണ്ട്. ആ ഷെഡിപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ വിളിച്ചിരുന്നത്, ഇപ്പോഴും ഞാനും എൻ്റെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്.
പണ്ടെന്ന് പറയുന്നത് കുറേ മുമ്പ് കുറച്ച് ഇപ്പടുത്തൊക്കെയുള്ള വിചാരിച്ചുള്ളത് പന്നികളില്ലേ, അവരെപ്പോഴും രാത്രി അവിടെ ആയിരിക്കും കൂടിയിരിപ്പുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പന്നി വീട് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ നല്ല രസമാണ്. ഞാൻ താഴത്തേത് കാണിച്ചു തരാം കേട്ടോ. സൂര്യൻ അസ്തമിക്കുക. പിന്നെ നമ്മൾ കാണുന്നൊരു പൂവാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കറക്കിയിട്ട് അത് കറങ്ങി ഇങ്ങനെ താഴേക്ക് പറന്ന് വരുന്നൊരു തരം പൂവില്ലേ, ആ പൂവൊക്കെ ഇതാ നേരത്തേൽ കാണാറുണ്ട് ഞങ്ങൾ. എന്നിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മൂന്ന് പേരായിരുന്നു പോയത്. അപ്പോൾ ഞങ്ങൾ 3 കവറുമായിട്ട് അതൊക്കെ പെറുക്കാൻ പോവായിരുന്നു. നല്ല രസമാണ്. അതാണ് ആ ഷെഡ്. അപ്പോൾ ഇനി ഞാൻ ഈ കാടൊക്കെ ഒന്ന് മുഴുവനായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റബ്ബറും തോപ്പൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതും ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുമായ ഒരുപാട് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ളൊരു വീഡിയോയുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.